പൂർണ്ണമായും ബോധ്യപ്പെടുത്താനും പറ്റത്തില്ല. അപ്പോൾ ആ അവസ്ഥയിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ല എങ്കിൽ അത് ഗവൺമെൻറ്റിന് ദോഷം ചെയ്യുന്ന വളരെ സദുദ്ദേശപരമായ ഒരു അഭിപ്രായം, അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു അഭിപ്രായമാണ്. അത് ഞാൻ പ്രകടിപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ എന്ത് അടിയന്തര സാഹചര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രവർത്തനങ്ങൾക്ക് ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കിയെന്നുള്ളത് മറ്റൊരു കാരണവും കാണുന്നില്ല. അപ്പോൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് അങ്ങനെയാണ്. അതിൻ്റെ അറിയിപ്പ് പോലും തന്നില്ല. അപ്പോൾ ഈ പുറത്താക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റി അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ വിവേചന അധികാരമാണ്. അതിനകത്തൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല. പക്ഷേ നമ്മളൊരു സ്ഥാനത്ത് കുറച്ച് കാലമായിട്ട് പ്രവർത്തിക്കുന്നു, അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ അതൊരു സാമാന്യ മര്യാദയല്ലേ? അപ്പോൾ ആ ഒരു മര്യാദ എൻ്റെ കാര്യത്തിൽ കണ്ടില്ല. ഇപ്പോഴും പിന്നീട് നടന്ന സാംസ്കാരിക സംഗമത്തെക്കുറിച്ച് പോലും ഒരു അറിയിപ്പോ ക്ഷണമോ എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ അവിടെ നിന്ന് പുറത്താകുന്ന മറ്റൊരു സാഹചര്യമില്ല. അപ്പോൾ ഇങ്ങനെ സച്ചിദാനന്ദൻ മാഷ് എനിക്ക് വളരെ ആദരണീയനായിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ് മാഷ്. അദ്ദേഹമായിട്ട് താരതമ്യം ചെയ്യാൻ ഞാനൊന്നുമല്ല.